ഭാരതിരാജ എന്ന മലയാളികളുടെയും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെയും അഭിമാനമായ സംവിധായകനും നടനുമൊക്കെയായ വ്യക്തി അന്തരിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേൾക്കുന്നത് കുടുംബത്തിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ മകൻ അന്തരിച്ചിരുന്നു. അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകൻ മനോജ് അന്തരിച്ചത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കി. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മകൻ മരിച്ചതിന് തൊട്ടു പിന്നാലെ മകന്റെ ഭാര്യയും നടിയുമൊക്കെയായ പെൺകുട്ടിയെ ആ വീട്ടിൽ നിന്നും മക്കളെല്ലാവരും കൂടി അടിച്ചിറക്കിയെന്നും അതുപോലെ സ്വത്തുക്കളുടെ കാര്യം പോലും സംസാരിച്ചപ്പോൾ നിനക്ക് ഒരു സ്വത്തുമില്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയായിരുന്നു എന്നുമാണ് അറിയുന്നത്. ഭാരതിരാജയുടെ മൃതദേഹം ചിതയിൽ വയ്ക്കും മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ 500 കോടിയിലധികം വരുന്ന സ്വത്തുക്കളെ ചൊല്ലി മക്കളും മരുമക്കളും തമ്മിൽ തർക്കമുണ്ടായി, കയ്യാങ്കളിയുണ്ടായി. ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് കുമാർ അകാലത്തിൽ അന്തരിച്ചിരുന്നു. മലയാളിയായ നടി നന്ദനയെ ആയിരുന്നു അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത്. മനോജിന്റെ വിയോഗത്തോടെ ഒറ്റപ്പെട്ടു പോയ നന്ദനെയും മക്കളെയും നോക്കുകുത്തിയാക്കി രാജയുടെ മകൾ ജനനി ഐശ്വര്യ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കിയെന്ന ആരോപണം. നന്ദന ഇതിനെ ചോദ്യം ചെയ്തെന്നും തേനിയിൽ നടന്ന രാജയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ഇതേ ചൊല്ലി മകളും മരുമകളും തമ്മിലുണ്ടായ വാക്കുതർക്കങ്ങൾക്ക് ഒടുവിൽ നന്ദനെ മർദ്ദിച്ചതായും വാർത്തയുണ്ട്. മനോജിന്റെ മരണത്തോടെ വീട്ടിൽ കഴിയുന്ന നന്ദനയെ അടിച്ചിറക്കുകയായിരുന്നു ഇവർ ചെയ്തത്. മനോജിന്റെ മരണശേഷം ഭാരതിരാജയുടെ സ്വത്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ജനനി എഴുതുവാങ്ങിയെന്നും മനോജിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അർഹതപ്പെട്ട വിഹിതം കൊടുക്കാൻ തയ്യാറായില്ലെന്നും ആ കുടുംബമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഷെയർ ചോദിച്ചെത്തിയവരെ തല്ലുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഭാരതിരാജയുടെ മരണസമയത്ത് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ നന്ദനയും കുട്ടികളും സ്വത്ത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ രൂക്ഷമായി പ്രതികരിച്ച് ജനനി ഐശ്വര്യ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി തന്റെ രോക്ഷം പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നാണ് അറിയുന്നത്. ഇത് ഭാരതിരാജയുടെ കീർത്തിക്ക് ദോഷകരമാകുമെന്ന തിരിച്ചടിയാണ് നടി രാധിക അടക്കമുള്ള സിനിമാ പ്രവർത്തകർ ഇടപെട്ട് ഇരു കൂട്ടരെയും ശാന്തരാക്കാൻ ശ്രമിച്ചെന്നുള്ള റിപ്പോർട്ടുകൾ സഹിതം പുറത്തുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി കുടുംബത്തിൽ ജനിച്ച നന്ദന എന്ന പെൺകുട്ടി തമിഴ് സിനിമയിലേക്ക് ചേക്കേറുകയും ഭാരതിരാജ എന്ന വലിയൊരു കലാകാരന്റെ കുടുംബത്തിലേക്ക് തന്നെ വലതുകാലെടുത്ത് വയ്ക്കുകയും ചെയ്തു. ഇതോടെ തന്നെ മലയാളികൾക്കും അഭിമാനമായ ഒരു സമയം തന്നെയായിരുന്നു അതെന്ന് കൂടി പറയണം. എന്നാൽ പിന്നീട് നന്ദനെ അറിഞ്ഞത് 500 കോടി സ്വത്തുക്കൾ തന്റെ ഭർത്താവിനും അവകാശപ്പെട്ടത് മറ്റൊരാൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരി തട്ടിയെടുത്തു എന്ന് തന്നെയാണ്. 250 കോടി മാത്രം മാറ്റി വയ്ക്കാൻ പോലും മനസ്സ് വരാതെയാണ് അവർ മുഴുവനും എടുത്തത്. എന്നാൽ രാജയ്ക്ക് അപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തന്നെയാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഏറെ നാളായി അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു. ചെറുമക്കളെ കാണണമെന്നും നന്ദനെ കാണണമെന്നും അതിയായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നന്ദനയോടത്തും ചെറുമക്കളോടും വരാൻ പറയുകയും അവരെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവുകയും ചെയ്യും. അപ്പോഴാണ് നന്ദന മകൾ ഐശ്വര്യയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്നാൽ നിനക്കിവിടെ ഒന്നുമില്ല എന്നും നിന്റെ ഭർത്താവ് മരിച്ചതോടെ നിനക്കിവിടെയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് നന്ദനെ അധിക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.